ഇതെല്ലാം അപകടം പിടിച്ച പോക്കാണ്. ഇതൊരു സമുദായത്തിന് വിശ്വാസത്തിലെടുക്കാതെ ആ സമുദായത്തിൽ ഒരു പരിഷ്കാരവും ഒരു ഗവൺമെന്റും വരുത്താൻ പാടില്ല. SIR തന്നെ പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരുടെ വോട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ജീവിച്ചിരിപ്പില്ലാത്തവരുടെ വോട്ടും അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ. എങ്കിലും അത് ഭരണമാറ്റത്തിന്റെ സൂചന തന്നെയാണ്. ഇത്രയും ആവേശത്തോടെ ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. അല്ല, ഞങ്ങൾക്ക് എല്ലാ നേട്ടമുണ്ട്. ക്യാപ്റ്റൻ പ്രയോഗം മുതൽ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ വരെ UDFന് നേട്ടമായിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത്യന്തം ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. എന്നാൽ ജനങ്ങളുടെ ഈ ജനാധിപത്യ ബോധത്തെ മാനിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നടിക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലത്തും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വന്ന വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ കമ്മീഷന് സാധിച്ചില്ല. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ദാഹജലമോ വരി നിൽക്കുന്നിടത്ത് ഒരു ഫാനോ പോലും ഒരുക്കാതെ വോട്ടർമാരെ വലച്ച കമ്മീഷൻ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. പലയിടങ്ങളിലും പ്രായമായവർ പോലും തളർന്ന് ബൂത്തുകളിൽ നിലത്തിരിക്കേണ്ടി വന്ന സങ്കടകരമായ കാഴ്ചയാണ് നാം കണ്ടത്. സൗകര്യങ്ങളുടെ അഭാവത്തിന് പുറമെ സാങ്കേതികമായ വലിയ വീഴ്ചകളും പല ബൂത്തുകളിലും റിപ്പോർട്ട് ചെയ്തു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കൊടപ്പനക്കുന്നിൽ വൈകുന്നേരം മഴ പെയ്തതിനെ തുടർന്ന് വൈദ്യുതി നിലച്ചപ്പോൾ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളായിരുന്നു. ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ജനറേറ്റർ സൗകര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ വോട്ടർമാർക്ക് മൊബൈൽ ഫോണിലെ ടോർച്ചുകൾ തെളിയിച്ച് വോട്ട് രേഖപ്പെടുത്തി വന്ന അവസ്ഥയുണ്ടായി. മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിയന്ത്രണമുള്ള ബൂത്തിനുള്ളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് കമ്മീഷന്റെ കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കും ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നു. വട്ടിയൂർക്കാവിൽ UDFന് വലിയ വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇത്തരം വീഴ്ചകൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ കളങ്കമാണെന്നും ഇത് വരും തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കരുതെന്നും അദ്ദേഹം താക്കീത് നൽകുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മുഴുവനായൊന്ന് കണ്ടു നോക്കാം. ഈ തെരഞ്ഞെടുപ്പില് UDFനെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം പതിവില്ലാത്ത രീതിയിലുള്ള വോട്ടർമാരുടെ ഒരു ക്യൂ, അത് തന്നെ ഭരണമാറ്റത്തിന്റെ ഒരു ആഗ്രഹം ജനങ്ങളിൽ വളരെ പ്രകടമായിരുന്നു. എല്ലായിടത്തും പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു പ്രവണത, ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് വോട്ടർമാരുടെ സൗകര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം നൽകിയിട്ടില്ല. പലയിടത്തും പൊരി വെയിലത്ത് നിന്ന വോട്ടർമാർക്ക് ഒരു ഫാനോ എന്തെങ്കിലും സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല. സീനിയർ സിറ്റിസൺസിനുള്ള പ്രത്യേക ക്യൂ ഉണ്ടായില്ല. പലരും നടന്ന് വലഞ്ഞിട്ടൊക്കെ വന്ന ആളുകൾ അവസാനം ക്ഷീണിച്ച് നിലത്തിരിക്കുന്ന കാഴ്ചകൾ പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ പോളിംഗ് സ്റ്റേഷനുകളിൽ ജനറേറ്റർ സംവിധാനം നിർബന്ധമാക്കിയില്ല. ഇപ്പം മിനിഞ്ഞാന്ന് വൈകിട്ട് ഒരു 5:30 മണിക്ക് നല്ല ഇടിയും മഴയും വന്നു. ഞാൻ ആ സമയത്ത് കൊടപ്പനക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കറണ്ട് പോയി. 15 മിനിറ്റോളം വോട്ടെടുപ്പ് ഏതാണ്ട് തടസ്സപ്പെട്ടു. ചിലർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമമെങ്കിലും പ്രായം ചെന്നവർക്ക് അവരോടൊപ്പം വന്നവർ മൊബൈൽ ലൈറ്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള നെഗ്ലിജൻസാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെങ്കിലും, ഞാൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം പറഞ്ഞ കാര്യങ്ങളാണത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഇതുപോലുള്ള നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. വോട്ടർമാർക്കുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഭാവിയിലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വിജിലൻ്റ് ആവേണ്ടതാണ്. വോട്ടർമാരുടെ ഒരു സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഇത്തവണ ഉണ്ടായിട്ടുള്ള വീഴ്ച ഭാവിയിൽ ഉണ്ടാവാതെ നോക്കണം. വട്ടിയൂർക്കാവിൽ എന്താ ഒരു കുഴപ്പമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 5000-നും 10000-നും മധ്യ വോട്ടിന് UDF ഉറപ്പായി വട്ടിയൂർക്കാവിൽ വിജയിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പ് വന്നപ്പോൾ UDF LDF മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അപ്രസക്തമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ഒരു
ശക്തമായ സാന്നിധ്യം അവസാന റൗണ്ടിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ബൂത്തുകളൊക്കെ സജീവമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മത്സരത്തിന്റെ ഒരു പ്രതീതി വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരത്തിനാണ് സാധ്യത. 100 വരെ കിട്ടുന്നുള്ളതിൽ ഒരു മാറ്റവും വരുത്തേണ്ട സാഹചര്യമില്ല. അതെ, തരംഗ ആളുകളുടെ ഒരു മനോഭാവം തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ഞാൻ പറയാം, മറ്റേ ഈ SIR മുമ്പും വോട്ടിംഗ് ശതമാനത്തിൽ പലയിടത്തും ചിലയിടത്തൊക്കെ ക്യൂകൾ ഉണ്ടായിരുന്നെങ്കിലും തലസ്ഥാന നഗരിയിൽ അതാരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യൂ. ഞാൻ 2011 മത്സരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനം അവിടെയിരുന്നു. അന്ന് 70 എത്തിയിട്ടില്ല, 65 സംതിങ് ആയിരുന്നു അന്ന്. പക്ഷേ SIR ശേഷം SIR തന്നെ പൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. ജീവിച്ചിരിക്കുന്നവരുടെ വോട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ജീവിച്ചിരിപ്പില്ലാത്തവരുടെ വോട്ടും അതിൻ്റെ അകത്ത് കയറിയിട്ടൊക്കെ. എങ്കിലും അത് ഭരണമാറ്റത്തിന്റെ സൂചന തന്നെയാണ് ഇത്രയും ആവേശത്തോടെ ജനങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ടില്ല. കാരണം വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്, അവരെ എനിക്കും അറിയാം, എനിക്ക് അവരെ അറിയാം. വട്ടിയൂർക്കാവിലെ ജനങ്ങളിലാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. വോട്ടിങ്ങിൽ അതൊന്നും ഞങ്ങൾക്കെതിരായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ജനങ്ങൾ എന്നെ പൂർണ്ണ വിശ്വാസം എടുത്തതുകൊണ്ട് അങ്ങനെ ഒരു അട്ടിമറി നീക്കം എവിടെയും ഫലിച്ചിട്ടില്ല. ആ വിശ്വാസം എനിക്ക് ഇന്നുകൊണ്ട്, അടുത്ത 4-ാം തീയതി കഴിഞ്ഞാലും ഉണ്ടാവും. അല്ല, അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. BJP കേരളത്തിന് പുറത്ത് ആ സമുദായത്തിനോട് അവർ വെച്ചു പുലർത്തിയിട്ടുള്ള നിലപാട് കേരളത്തിലും അവർ കാണിച്ചു എന്ന് മാത്രം. ഞാൻ പറയാം, വോട്ട് കിട്ടാത്തതിന് ഒരിക്കലും സമുദായങ്ങളെ കുറ്റം പറയരുത്. സമുദായങ്ങളുടെ വോട്ട് ചില സന്ദർഭത്തിൽ ലഭിക്കും, ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് വരും. ഇപ്പം ഞങ്ങൾക്കും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ചില സമുദായങ്ങളുടെ വോട്ട് ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെയൊക്കെ അങ്ങ് തള്ളി പറയലാണോ? എല്ലാ സഭകളുടെയും വോട്ട് ഇത്തവണ UDFനുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഇത്തവണ കേരളത്തിൽ UDF അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ ഒരു വർഷത്തെ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്ക് എല്ലാ നേട്ടമുണ്ട്. ക്യാപ്റ്റൻ പ്രയോഗം മുതൽ മുഖ്യമന്ത്രിയുടെ ആസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ വരെ UDFന് നേട്ടമായിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അല്ല, അദ്ദേഹത്തിന് ഇനി ആ വകുപ്പ് ഭരിക്കേണ്ട ഭാഗ്യം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് അതിലേക്ക് കടന്നിട്ടില്ല. അതിനൊക്കെ ഞങ്ങൾക്ക് ചില സംവിധാനങ്ങളുണ്ട്. 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോപക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറയിക്കാൻ പാടില്ല. ആരാണ് എക്സോർവേ, അതെനിക്കും ബാധക. ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ഈ വൈറൽ താരം മൊണാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മധ്യപ്രദേശ് പോലീസ് ഒരു പോക്സോ കേസെടുത്തിട്ടുണ്ട്.
അതിൽ ST കമ്മീഷന്റെ നാഷണൽ ST കമ്മീഷന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതോ തിരുവനന്തപുരത്ത് ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. യഥാർത്ഥ രേഖ പ്രകാരം ഈ കുട്ടിക്ക് വിവാഹം നടക്കുമ്പോൾ 16 വയസ്സ് മാത്രം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അന്ന് കല്യാണത്തിന് എല്ലാ പിന്തുണ കൊടുക്കാനും അത് നടത്തി കൊടുക്കാനും എല്ലാം മുന്നിട്ടിറങ്ങിയ മന്ത്രി വി ശിവൻകുട്ടി, ഗോവിന്ദ മാഷ്, റഹീം ഉൾപ്പെടെ ആരും നിനക്കും മുണ്ടുന്നില്ല, പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല, പെട്ടുപോയെന്ന അവസ്ഥയിലായിരിക്കുന്നത്. എന്താണ് ഇതിനെപ്പറ്റി? അല്ല, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അങ്ങനെ പ്രായപൂർത്തിയായിട്ടില്ലേ എന്നൊക്കെ പരിശോധിക്കാൻ ചില സംവിധാനങ്ങളുണ്ടല്ലോ. അത് അന്വേഷിച്ചിട്ട് നടപടിയെടുക്കേണ്ടത് ഗവൺമെന്റ് ആണല്ലോ. ഗവൺമെന്റ് തീരുമാനം എടുക്കട്ടെ. അതിന്റെ ഇപ്പൊ മധ്യപ്രദേശ് സർക്കാരാണ് കേസെടുത്തിട്ടുള്ളത്. മധ്യപ്രദേശ് സർക്കാർ ഈ വിവാദത്തിന് എതിരായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അതോ ഇതിന്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ഒരു അന്വേഷണം നടത്താതെ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. അല്ല, ഗോവിന്ദൻ മാഷ് ഇലക്ഷൻ പ്രമാണിച്ചൊരു ആവേശം കാണിച്ചതായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കണം. 4 വോട്ടിന് വേണ്ടി ചാടിക്കയറി അഭിപ്രായം പറയരുത്. ഇതെല്ലാം അപകടം പിടിച്ച പോക്കാണ്. ഇതൊരു സമുദായത്തിന് വിശ്വാസത്തിലെടുക്കാതെ ആ സമുദായത്തിൽ ഒരു പരിഷ്കാരവും ഒരു ഗവൺമെന്റും വരുത്താൻ പാടില്ല. അത് ഞാൻ ജ്യോത്സ്യനല്ല.